Hello students, welcome back to Learnify Maths Prediction Swagam with the question and answer for your ഓണം exam 2020. SSLC 2025-26 വർഷത്തിൽ ഓണപരീക്ഷ എഴുതാൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലേണിഫൈ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളിൽ നമ്മൾ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് എട്ടാം തീയതി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ 18-ാം തീയതി വരെ നമ്മൾ നൽകുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേപോലെ ഒരു വീഡിയോ ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ? കൊടുക്കുക, എല്ലാവരിലേക്കും കൊടുക്കുക. ആൻഡ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഒക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ടാണ് നമ്മളെ 2 കൊല്ലം ആപ്പ് സെറ്റ് ആക്കിയിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ചോദ്യം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെല്ലാമാണോ പഠിക്കാനുള്ളത് അത് ഞാൻ പറഞ്ഞു തരാൻ പോവാം. എന്തെല്ലാമാണോ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് ഉഷാറായിട്ട് പഠിക്കേണ്ടത് പറഞ്ഞു തരാൻ പോവാം. സോ നമുക്ക് നോക്കിയാലോ? ഞാൻ ചോദ്യങ്ങൾ ആൻസർ ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയൂലേ, ജസ്റ്റ് ഒന്ന് ഞാൻ റീഡ് ചെയ്ത് പോകും. നോക്കാം. നിങ്ങളുടെ ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തുറക്കുമ്പോൾ അതിൽ ഒന്നാമതായിട്ട് കാണപ്പെടുന്ന ചോദ്യം ഏതാണെന്നറിയോ? ഇവിടെ കാണുന്ന ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ് 7, 10, 13. എന്താണ് ആൻസർ? നിങ്ങൾക്ക് അറിയാലോ, x2 - x1. 3 എന്ന് കിട്ടും. അടുത്തത്, പിന്നീട് നമുക്ക് റൈറ്റ് ദ ജനറൽ ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. നിങ്ങൾക്ക് ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ടേം എന്താണ്? x n = dn + f - d. ഞാൻ പഠിച്ചപ്പോൾ ഇവരെ ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിച്ച ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇവിടെ പേടിക്കാനൊന്നുമില്ല. dn എന്ന് പറഞ്ഞാൽ xn ആയി കൂട്ടാം. അതേപോലെ xn × x1 + n - 1 × d. ഇതൊക്കെ ഇക്വേഷൻ, പല ഇക്വേഷൻ ഉണ്ട്, 3 ഇക്വേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഇക്വേഷൻസ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിക്കുക. അതാണ് 1 മാർക്കിൽ ഈ ഒരു ഭാഗം ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ ചോദിക്കാൻ സാധ്യത പറയാം, ഫൈൻഡ് ദ 11th ടേം ഓഫ് സീക്വൻസ് 5, 9, 13. 5, 9, 13 എന്ന് പറഞ്ഞ സമാന്തര ശ്രേണിയുണ്ട്. അതിലെ അടുത്ത 12ാമത്തെ ടേം, 4ാമത്തേതല്ല, 5ാമത്തെ അല്ല, 6ാമത്തെ അല്ല, 12ാമത്തെ ടേം കണ്ടുപിടിക്കാനുണ്ട്. നമ്മുടെ നേരത്തെ പറഞ്ഞ ജനറൽ ടേമിലെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കാട്ടോ. പിന്നെ വന്നത് 5ന്റെ സമ്മ് AP-യിൽ 5ാമത്തെ പദത്തിന്റെ പദം 20ഉം 10ാമത്തെ പദം 35ഉം ആണെങ്കിൽ അതിന്റെ ആദ്യ പദവും അതേപോലെ പൊതുവ്യത്യാസവും കണ്ടെത്താൻ ചോദിച്ചിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ചോദ്യങ്ങളൊക്കെ ഓണപരീക്ഷ കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ചാനലിലെ ഈ ഒരു വീഡിയോയിൽ കമന്റ് ഇട്ട് വന്നിട്ടില്ലേ, അത്രയും ഗ്യാരണ്ടി. പിന്നെ 3ാമത്തെ ചോദ്യങ്ങളായിട്ട് വരുമ്പോൾ ഫസ്റ്റ് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടേം ഓഫ് ദ സീക്വൻസ് 2, 4, 6. 2, 4, 6 അങ്ങനെയുള്ള 15 എണ്ണം, 2, 4, 6 വെച്ചിട്ട് ഫസ്റ്റത്തെ ആദ്യത്തെ 15 എണ്ണത്തിന്റെ സമ്മ് കാണാൻ, തുക കാണാൻ ചോദിച്ചിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്തത് nth ടേം ഓഫ് ദ സീക്വൻസ് t, nth ടേം n-ാം പദം എന്ന് പറയുമ്പോൾ 3n + 2 ആണെങ്കിൽ അതിനോടൊപ്പം ഫസ്റ്റ് 5 പദം കാണാൻ ചോദിച്ചിട്ടുണ്ട്. പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആൻഡ് ഹമ്പിൾ ചോദ്യങ്ങളാണ് നൽകുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും സമാന്തര ശ്രേണി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എക്സ്പെക്ട് ചെയ്യാൻ. ഒന്നാമത് കോമൺ ഡിഫറൻസ് കാണാൻ, രണ്ടാമത് ഒരു ശ്രേണത്തിന് പതിലെ 14ാമത്തോ 16ാമത്തോ ടേം കാണാൻ ചോദിക്കും, സമ്മ് കാണാൻ ചോദിക്കും. അതിലെ n-ാം പദത്തിന്റെ കേസ് ചോദിക്കും, ബീജഗണിത രൂപം ചോദിക്കും, അല്ലെ, ആൾജിബ്രിക് എക്സ്പ്രഷൻ ഒക്കെ ചോദിക്കും. സോ പഠിച്ചു വെച്ചിരിക്കുക. അതിന്റെ നോട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ SSLCക്ക് വേണ്ടി ഞാൻ പ്രൊജക്ട് ചെയ്തു ഈ ഒരു ക്ലാസ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേണ്ടി ഇത്രയും അടിപൊളിയായ ക്ലാസ് നൽകുന്ന എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓണപരീക്ഷ സബ്സ്ക്രൈബേഴ്സും അതേപോലെ നമ്മുടെ ചാനൽ വാച്ച് അവർ കംപ്ലീറ്റ് ആയാൽ ഉഷാറാക്കാൻ നമുക്ക് അടിപൊളിയായിട്ട്. സോ നിങ്ങൾ ചെയ്യാം. എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്താൽ ഉപകാരം അറിയും മറ്റുള്ള കുട്ടികളിലേക്കൊട്ട്, അല്ലേ? ഫ്രീ അല്ലേ, ഒരു പൈസ ഞാൻ വാങ്ങുന്നില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഉഷാറായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഇത്ര ചോദ്യങ്ങളൊക്കെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനൊക്കെ ഉള്ളൂ. 3 മാർക്ക് വരെയുള്ള ചോദ്യം, 4 മാർക്ക് 5 മാർക്കുകളിലൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളിനി അടുത്തടുത്ത പ്രഡിക്ഷനിലൊക്കെ നമ്മൾ നിങ്ങൾക്ക് പറയും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ വളരെ അടിപൊളിയായി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. അതുവരെ ബൈ.